പാഠം 671 മുൻകരുതലുകളുടെ ഗുണം. ഹലോ, അതെ. സഹദേവ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അതെയോ, എന്തു പറ്റി? പെട്ടെന്ന് അങ്ങനെ ചോദിച്ചാ പൈസ ഉണ്ട്, പക്ഷെ അത് സഹകരണ ബാങ്കിൽ സ്ഥിര നിക്ഷേപമാണ്. ശമ്പളം കിട്ടാൻ അടുത്ത ആഴ്ച ആവണ്ടേ? ഞാൻ നോക്കട്ടെ. ശരി. എന്താ പറഞ്ഞിട്ട്? താലൂക്ക് ഓഫീസിലെ സഹദേവനെ വിളിച്ചത്. സഹദേവന്റെ ഭാര്യയുടെ അമ്മ ആശുപത്രിയിലാണ്. എന്തൊക്കെയോ ടെസ്റ്റുകൾ നടത്താനുണ്ട്. ഒരു 10,000 രൂപ വേണമെന്ന്. ശമ്പളം കിട്ടണമെങ്കിൽ ഇനിയിപ്പോൾ അടുത്ത ആഴ്ച ആവില്ലേ? തിങ്കളാഴ്ച സഹദേവൻ തിരിച്ചു തരും. നിന്റെ പൈസയിലുണ്ടോ ഭാമേ? എന്റെ എവിടുന്ന മോഹനട്ടാ പൈസ? കുമാരസാറിന്റെ കേസ് വായിച്ച് കിട്ടിയ ഫീസ് മിനിങ്ങാന്ന് ഞാൻ അങ്ങനെ തന്നെ മോഹനേട്ടനെ കൊണ്ടു തന്നില്ലേ? വേറെ ഒരു വഴിയില്ലാതെ വന്നാലേ സഹദേവൻ പൈസ ചോദിക്കൂ. പ്രത്യേകിച്ചും ഇതൊരു ആശുപത്രി കേസല്ലേ. സഹായം ചോദിക്കുമ്പോ കൊടുക്കാതിരിക്കുന്നത് എങ്ങനെയാ? കഷ്ടം. ഇങ്ങനെ പേടിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പാടുപെട്ടത് തന്നെ. ഹലോ, അതെ ഉത്തമനാണ്. ഓ രാധാകൃഷ്ണൻ സാറേ, അയ്യോ സംഭവമൊക്കെ ഞാൻ അറിഞ്ഞ്. ഇനിയിപ്പോ നമ്മളെന്തോന്ന് ചെയ്യേ? സംഗതി നാട് മുഴുവൻ വാർത്തയായ സ്ഥിതിക്ക് ഇനിയിപ്പോ രാഷ്ട്രീയക്കാർ വിചാരിച്ചിട്ട് പ്രയോജനമൊന്നുമില്ല. എന്തോ അത് തന്നെ സാറേ, കോടതിയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റൂ. ആ വഴിക്ക് ആലോചിക്കുന്നതായിരിക്കും നല്ലത്. ഓ ശരി 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 ശരി. അതിപ്പോ ഞാനേ കുറച്ച് കഴിയുമ്പോ അതുവഴി വരാം. ഓ ശരി ശരി ശരി. നമസ്കാരമുണ്ട് സാറേ. നമസ്കാരം. അത് പിന്നെ പോയാ സാറേ, ജോസഫ് സാറിന്റെ കാര്യം അറിഞ്ഞോ? ഏത് ജോസഫ് സാറ്? സപ്ലൈ ഓഫീസിലെ ജോസഫ് സാറേ. ഓ നല്ലൊരു മനുഷ്യനായിരുന്നു. എന്നിട്ട് ഇങ്ങനെ ഒരു ചതിയിൽ പെട്ടല്ലോ. ഒരു ശ്രദ്ധ ഉണ്ടാവണം. അതൊക്കെ ജോസഫ് സാറ് കെ മോഹനേഷ് സാറിനെ കണ്ടുപിടിക്കണം. ജാഗരൂകരായി. അതാണ് അതാണ് പാവം ജോസഫ് സാർ. സത്യം പറയാലോ കാഞ്ചന സാറേ, രാഷ്ട്രീയക്കാർക്ക് കുറച്ച് കാശ് കൊടുത്തിട്ടെങ്കിലും എങ്ങനെയെങ്കിലും ഒരു സ്ഥലമാറ്റം വാങ്ങണമെന്ന് തോന്നിപ്പോന്നു. വെറുതെ കൈ കിട്ടേണ്ട രൂപ 10,000 അല്ലേ ഒരു പോക്ക് പോയത്? ഒക്കെ വെറുതെ പറയാന്നുള്ളൂ പ്രഭേ. നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ എന്തോ വലിയ തെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ശിക്ഷയായത്. കേരളത്തിൽ 4-5 ലക്ഷം സർക്കാർ ഉദ്യോഗസ്ഥരുണ്ട്. പക്ഷെ മോഹനേഷ സാറിനെ പോലെ ഒരാൾ കാണില്ല. ഇങ്ങനെയുണ്ട് ഒരു മനുഷ്യൻ. പട്ടിപ്പുല്ല് തിന്നേയില്ല, പശുവിനെ കൊണ്ട് തീറ്റിക്കയില്ല. എന്താ പറയാ സാറേ, രാവിലെ പട്ടിയുടെ പശുവിന്റെ കഥ പറയുന്നത്? ഒന്നും പറയണ്ട ശിശുപാലൻ ചേട്ടാ. രാവിലെ പ്രഭാകരൻ ചേട്ടനെ വഴിക്ക് വെച്ച് കണ്ടു. അങ്ങേരുടെ പോക്കുവരവ് മോഹനേഷ സാറ് മുടക്കി വെച്ചിരിക്കുകയാണല്ലോ. എങ്ങനെയെങ്കിലും അതൊന്ന് ശരിയാക്കി തരാൻ പറ്റുമെന്ന് പ്രഭാകരൻ ചേട്ടൻ ചോദിച്ചു. ഹലോ, പ്രഭാകരൻ ചേട്ടനല്ലേ? ഞാൻ കെ മോഹനകൃഷ്ണൻ, വില്ലേജ് ഓഫീസർ. അതെ, ഞാനിപ്പോ വിളിച്ചെന്തിനാണെന്ന് പ്രഭാകരൻ ചേട്ടന് മനസ്സിലായോ? മനസ്സിലായി കാണില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഇന്ന് രാവിലെ ഓഫീസിലേക്ക് വരുന്ന സ്വയംപ്രഭയെ വഴിയിൽ വെച്ച് കണ്ടപ്പോൾ പോക്കുവരവ് നടത്തി കൊടുക്കാൻ വേണ്ടി 10,000 രൂപ തരാം എന്ന് പ്രഭാകരൻ ചേട്ടൻ സ്വയംപ്രഭയോട് പറഞ്ഞു. മേലിൽ കൈക്കൂലിയതല്ല, കൈ എന്നൊരു വാക്ക് എന്റെ ഓഫീസിൽ ആരോടെങ്കിലും പറഞ്ഞാൽ പ്രഭാകരൻ ചേട്ടൻ വിവരം അറിയും. മാനമര്യാദയ്ക്ക് ജീവിക്കുന്നവരെ കൈക്കൂലി എടുത്ത് പറ്റിക്കാൻ നോക്കുന്നു. സാർ, ഒരാൾ കാണാൻ വന്നിരിക്കുന്നു. ആര്? ആ ദാസപ്പ കോൺട്രാക്ടറിന്റെ ഡ്രൈവർ ഇല്ലേ, അംബുജാക്ഷൻ, അവനാ. എന്താ കാര്യം? എന്തോ പേഴ്സണൽ കാര്യമാണ്. സാറിനോടെ പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് മുറ്റത്ത് നിപ്പുണ്ട്. വില്ലേജ് ഓഫീസിൽ അങ്ങനെ എന്ത് കാര്യം? ഓ, ദാസപ്പൻ കോൺട്രാക്ടറുടെ പോക്കുവരവ് ചെയ്യാത്ത ഭൂമിയുടെ കാര്യം പറയാൻ വന്നതായിരിക്കും. അത് നടന്ന തന്നെ. അതായിരിക്കില്ല സാർ, പറയാനുള്ളത് സാറിനോടെ പറയുള്ളൂ എന്ന് പറഞ്ഞു.
ഇത് വേറെ എന്തോ സംഭവം. വേറെ സംഭവം? അല്ല സാർ, ഞാൻ ഇതുവഴി പോവായിരുന്നു. അപ്പൊ കരുതി പൈസ ഇവിടെ തന്നിട്ട് പോയാൽ എളുപ്പമുണ്ടല്ലോ എന്ന്. എവിടെ നിൽക്കുന്നേ? ആര്? വിജിലൻസോ? അംബുജാക്ഷൻ എന്നെ പറ്റി എന്താ കരുതിയത്? ഈ കാശ് കൊണ്ടുവരുമ്പോൾ ഞാനത് 2 കൈ നീട്ടി വാങ്ങും. അപ്പോ അവിടെയും ഇവിടെയും ഒളിച്ചു നിൽക്കുന്ന വിജിലൻസുകാർക്ക് ചാടി വീണ് എന്നെ അങ്ങ് പിടിക്കാമെന്നല്ലേ ഈ ബുദ്ധി പറഞ്ഞത്? ആരാ? ദാസപ്പൻ കോൺട്രാക്ടർ അല്ലേ? അല്ല സാർ. വിജിലൻസ് അവരോട് പറഞ്ഞേക്ക് മോഹനൻ സാറേ അങ്ങനെ കള്ളക്കേസ് കൊടുക്കാൻ പറ്റില്ലെന്ന്. ആരെങ്കിലും കൊണ്ടുവരുന്ന കാശ് ഇടവും വലവും നോക്കാതെ കൈനീട്ടി വാങ്ങാൻ ഞാൻ സപ്ലൈ ഓഫീസർ ജോസഫ് സാർ അല്ല. മനസ്സിലായോ? എന്താ സാർ? ശിശുപാല, നേരായ വഴിക്ക് പോക്കുവരവനായിട്ട് എന്റെ അടുത്ത് ദാസപ്പൻ വന്നപ്പോഴേ ഞാൻ പറഞ്ഞതാ അത് നടക്കില്ല എന്ന്.